നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ KSU പ്രവർത്തകർ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നതായി കാണുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചുവെങ്കിലും അത്തരത്തിലൊന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം. പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന മന്ത്രി വീണ ജോർജിന് സാരമായ പരിക്കില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുമുണ്ട്. സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്തുണ്ട്. ബുധനാഴ്ച റെയിൽവേ സ്റ്റേഷനിലെത്തിയ മന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന വലിയ പോലീസ് സന്നാഹം പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തു. അതിനിടയിൽ നടന്ന ഉന്തിനും തള്ളിനുമിടയിലാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. എങ്ങനെ പരിക്കേറ്റുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുമില്ല. സംഭവത്തെക്കുറിച്ച് മന്ത്രിയും CPMും കള്ളം പറയുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും KSUവിൻ്റെയും വാദം. മന്ത്രി ആക്രമിച്ചെന്ന് വ്യാജ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് സ്പീക്കർ AN ഷംസീറിനെതിരെ KSU പരാതി നൽകിയിട്ടുമുണ്ട്. മന്ത്രിക്കെതിരുണ്ടായ ആക്രമണം ഗുണ്ടായിസമാണെന്നും ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ആരോപിക്കുന്നു. മന്ത്രിയെ വധിക്കാനായിരുന്നു ശ്രമമെന്നാണ് മുതിർന്ന CPM നേതാവ് MV ജയരാജൻ്റെ പ്രതികരണം. ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചെന്ന കേസിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുലടക്കം 5 പ്രവർത്തകരാണ് റിമാൻഡിൽ കഴിയുന്നത്. ബുധനാഴ്ച രാത്രിയാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയത്. മന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലെ ഫ്ലാഗ് പോസ്റ്റ് നശിപ്പിച്ചതുൾപ്പെടെ കുറ്റങ്ങൾ ചുമത്തി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK ഷിനാജ് അടക്കം 6 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ പലയിടത്തും സംഘർഷമുണ്ടായി. കണ്ണൂർ കൊടിയേരിയിൽ കല്ലിൽത്താഴയിലുള്ള കോൺഗ്രസ് ഓഫീസിന് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ തീയിട്ടു. പിന്നിൽ CPM ആണെന്നാണ് കോൺഗ്രസ് ആരോപണം. ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക്. ഹിമാചൽ പ്രദേശിലെയും ഡൽഹിയിലെയും പോലീസുകാർ തമ്മിൽ ഷിംലയിൽ പരസ്യ സംഘർഷമുണ്ടായി. ഉച്ചകോടിയിൽ ഷർട്ടിടാതെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെ അറസ്റ്റ് ചെയ്യാൻ ഷിംലയിലെത്തിയ ഡൽഹി പോലീസിന് ഹിമാചൽ പോലീസ് തടയിട്ടതാണ് പ്രശ്നമായത്. ദേശീയപാതകളിലും കോടതി മുറികളിലും ഇരുവിഭാഗവും നേർക്ക് നേർ നിന്നതോടെ രാഷ്ട്രീയ സംഭവങ്ങളാണ് ഉണ്ടായത്. സംഭവങ്ങളുടെ തുടക്കം ബുധനാഴ്ച പുലർച്ചെ 5:30-നാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യ AI സമ്മിറ്റിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഷിംലയ്ക്കടുത്തുള്ള റോഹ്രുവിലെ റിസോർട്ടിലെത്തിയത്. സൗരവ്, അർബാസ്, സിദ്ധാർത്ഥ് എന്നിങ്ങനെ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ് സംഘം മടങ്ങുകയും ചെയ്തു. ഇതിനിടെ തങ്ങളെ അറിയിക്കാതെ മഫ്തിയിലെത്തിയ സംഘം അതിഥികളെ തട്ടിക്കൊണ്ടുപോയതായി കാണിച്ച് റിസോർട്ട് ഉടമ പ്രാദേശിക പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നാലെ തട്ടിക്കൊണ്ടുപോകലിന് ഹിമാചൽ പോലീസ് കേസെടുത്തു. ഉച്ചയോടെ ഹിമാചൽ പോലീസ് സോളൻ ജില്ലയിൽ വെച്ച് ഡൽഹി പോലീസിൻ്റെ വാഹന വ്യൂഹത്തെ തടയുകയും ചെയ്തു. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും തങ്ങളെ അറിയിച്ചില്ലെന്നും ഹിമാചൽ പോലീസ് ആരോപിക്കുകയായിരുന്നു. പിന്നാലെ ഡൽഹി സംഘത്തെ തിരികെ ഷിംലയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇതിനിടയിൽ റിസോർട്ടിലെ CCTV DVR ഡൽഹി പോലീസ് അനധികൃതമായി കടത്തിക്കൊണ്ടുപോയി എന്ന ആരോപണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ദേശീയപാതയിൽ വെച്ച് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു. അവസാനം അർദ്ധരാത്രിയോടടുത്ത് യുവാക്കൾ 3 പേരെയും ഷിംല കോടതിയിൽ ഹാജരാക്കി. ഡൽഹി പോലീസ് ട്രാൻസിസ്റ്റ് റിമാൻഡ് ആവശ്യപ്പെട്ടപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാൽ അത് നൽകരുതെന്ന് പ്രതിഭാഗം വാദിച്ചു. എങ്കിലും കോടതി ട്രാൻസിസ്റ്റ് റിമാൻഡ് അനുവദിക്കുകയായിരുന്നു. വിജയിച്ചു എന്ന് കരുതി പ്രതികളുമായി മടങ്ങിയ ഡൽഹി പോലീസിനെ പുലർച്ചെ ഷോഗിയിൽ വെച്ച് ഹിമാചൽ പോലീസ് വീണ്ടും തടഞ്ഞു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ മൊഴി നൽകണമെന്നായിരുന്നു ആവശ്യം. ഒരു ഡൽഹി പോലീസ് വാഹനം ഹിമാചൽ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. രാഷ്ട്രീയമായും ഈ സംഭവം വലിയ പുകിലുണ്ടാക്കി. സർക്കാർ ഗുണ്ടകളെ സംരക്ഷിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ ആരോപിച്ചപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് സംസ്ഥാന സർക്കാരും തിരിച്ചടിച്ചു. ഒടുവിൽ പ്രതികളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അന്തർ സംസ്ഥാന പോലീസ് ഏകോപനത്തിലുണ്ടായ വലിയ പാളിച്ചയാണ് പുറത്തുവന്നത്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കാം. ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ ചബഹാർ തുറമുഖത്തിനായി ഒന്നും നീക്കിവെക്കാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. സർക്കാർ സമീപനം നിരാശാജനകമാണെന്നും അബ്ബാസ് പറഞ്ഞു. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. പ്രധാനമന്ത്രി മോദി ഒരിക്കൽ പറഞ്ഞതുപോലെ ചബഹാർ ഒരു സ്വർണ്ണ കവാടമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ മധ്യേഷ്യയുമായും കോക്കസസുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്ന ഏറ്റവും മികച്ച യാത്രാമാർഗം. പൂർണ്ണമായും വികസിപ്പിച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന ഈ പദ്ധതിക്ക് ബജറ്റ് വിഹിതം കുറച്ചത് ടെഹ്റാനെയും ഡൽഹിയെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നു എന്നായിരുന്നു അബ്ബാസ് അരാഗ്ചിയുടെ വാക്കുകൾ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിക്കപ്പുറം തന്ത്രപ്രധാനമായ ഒരു കവാടമാണ് ഇറാൻ്റെ ചബഹാർ തുറമുഖം. മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും പാകിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യക്ക് വ്യാപാരം നടത്താനുള്ള ഏക മാർഗം.
എന്നാൽ ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ചബഹാർ പദ്ധതിക്കായി ഒരു രൂപ പോലും നീക്കിവെക്കാഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. 2024 ഇറാനുമായി 10 വർഷത്തെ കരാർ ഒപ്പിട്ട ശേഷം ഇതാദ്യമായാണ് ചബഹാറിന് ഇന്ത്യ ഫണ്ട് അനുവദിക്കാത്തത്. കഴിഞ്ഞ വർഷങ്ങളിൽ 100 കോടി രൂപ വരെ ഈ പദ്ധതിക്കായി നീക്കിവെക്കാറുണ്ടായിരുന്നു. ഇന്ത്യയുടെ പുതിയ തീരുമാനത്തിന് പിന്നിൽ ഇറാനുമേലുള്ള അമേരിക്കയുടെ ഉപരോധമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്നവർക്കെതിരെ ട്രംപ് ഭരണകൂടം കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഏപ്രിലിൽ അവസാനിക്കുന്ന ഉപരോധ ഇളവുകൾ നീട്ടിക്കിട്ടാനുള്ള ചർച്ചകൾ ഇന്ത്യ വാഷിംഗ്ടണുമായി നടത്തുന്നുണ്ടെങ്കിലും ബജറ്റിലെ ഈ മാറ്റം ഇന്ത്യയുടെ കരുതലോടെയുള്ള നീക്കമായി തന്നെയാണ് കാണേണ്ടത്. ചൈന പാകിസ്ഥാനിൽ വികസിപ്പിക്കുന്ന ഗ്വാദർ തുറമുഖത്തിന് മറുപടിയായാണ് ഇന്ത്യ ചബഹാർ പദ്ധതിയെ കാണുന്നത്. ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ള പദ്ധതിയിൽ നിന്നുള്ള ഈ പിന്മാറ്റം താൽക്കാലികമാണോ അതോ തന്ത്രപരമായ മാറ്റമാണോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഈ സ്വർണ്ണ കവാടം ഉപരോധങ്ങളുടെ പേരിൽ അടഞ്ഞു പോകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.